നമസ്കാരം. സാക്ഷി TV വാർത്തകളിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴയിൽ വീണ്ടും കാട്ടുപോത്ത് ഭീതി. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കുളത്തൂപ്പുഴയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്തിൻ്റെ ആക്രമണ ഭീഷണി. പുഴ 16 ഏക്കറിൽ കൂട്ടമായി എത്തിയ കാട്ടുപോത്തുകൾ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് ആക്രമണത്തിന് ശ്രമിച്ചതായാണ് നാട്ടുകാരുടെ പരാതി. കാട്ടുപോത്തിൻ്റെ ആക്രമണ ഭീഷണി കാരണം പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുളത്തൂപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം ദൂരമാണ് 16 ഏക്കർ എന്ന സ്ഥലം. അംഗൻവാടി, കൃഷി ഓഫീസ്, മൃഗാശുപത്രി, വിപണി അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. 100ഓളം വീട്ടുകാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കാട്ടുപോത്തിൻ്റെയും ആനയുടെയും ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാണ്. 2 ആഴ്ചകൾക്ക് മുന്നെയാണ് ബഷീർ എന്ന ഒരു വയോധികനെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. 1 വർഷങ്ങൾക്ക് മുന്നേ 24 വയസ്സുകാരൻ നിതിൻ എന്ന ചെറുപ്പക്കാരൻ, പ്രദേശത്തുള്ള നിതിൻ എന്ന ചെറുപ്പക്കാരനെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇവിടെ രാത്രികാലങ്ങളിലെല്ലാം ഈ റോഡിലെല്ലാം കാട്ടുപോത്തിൻ്റെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടുപോത്ത് വന്നു. RRT സംഘത്തെ വിളിച്ചവർ ഓടിച്ച് വീണ്ടും അകത്തേക്ക് വിട്ടു. ഇന്ന് അതേ കൂട്ടം കാട്ടുപോത്ത്, ഞാൻ വാഹനം പാർക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് വാഹനം പാർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മതിലിനോട് ചേർന്ന് ഒരു കൂട്ടം കാട്ടുപോത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗേറ്റ്, ഈ മതിലുണ്ട്, മതിൽ ചാടിക്കടന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇത് ചാടാൻ വേണ്ടി നിന്നതാണ്. ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി വന്നത് കണ്ടതുകൊണ്ട് ഇതവിടെ സ്റ്റക്കായി നിന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഓടിച്ച് വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് വളരെ ഭീതിയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വനംവകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിച്ചു. ഫെൻസിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഉൾക്കാട്ടിൽ, അതായത് ഇതിനകത്ത് ഒരുപാട് മൃഗങ്ങളാണ്. ആന, കാട്ടുപോത്ത് ഉൾപ്പെടെ നിരവധി മൃഗങ്ങളുണ്ട്. ഇതിനെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചുവിടാനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതുവരെ ഞങ്ങൾ വലിയ ഭീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓഫീസിൻ്റെ സൈഡിലെ കാടുകൾ ഭയങ്കര ശല്യമാണ്. അതിനകത്ത് കാട്ടുപോത്തുകൾ എപ്പോഴും ഏത് സമയം 6 മണിയാകുമ്പോൾ മുതൽ കയറി കംപ്ലീറ്റ് നമ്മുടെ വീടിനെല്ലാം ഭയങ്കര നാശനഷ്ടം, കയ്യാലിയൊക്കെ ഇടിക്കുക, ഈ വാട്ടറിൻ്റെ വെള്ളം പോകുന്നതിൻ്റെ കണക്ഷനെല്ലാം വലിച്ചിടുക. ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നാളെ കാട് വെട്ടാമെന്നാണ് പറഞ്ഞത്. ഈ വേലി ഇട്ടില്ലെങ്കിൽ ഏത് സമയം പോത്ത് ഇപ്പോഴും ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. എന്താ ചെയ്യുക, 6:30 കഴിഞ്ഞാൽ പിന്നെ കതവ് തുറക്കാൻ പോലും ഒക്കത്തില്ല ഞങ്ങൾക്ക്. അതേ അവസ്ഥയാണ് ഞങ്ങൾക്ക്. തുറക്കാൻ വയ്യാത്ത ഞങ്ങൾക്ക് പുറത്തിറങ്ങി ബാത്റൂമിലൊന്നും പോകാനൊക്കത്തുള്ളൂ. അകത്തൊന്നും ബാത്റൂമില്ല. കാട്ടുപോത്തിനെ കാരണം നിവർത്തിയില്ല. 2-3 ആയിരുന്നു. അതിന് താഴെ 5 നേടി അങ്ങ് അതാറ് ഒരെണ്ണത്തിന് അയാളെ കിട്ടിയിട്ടുണ്ട്. കാടിന്റെ കാര്യമാണ് പറയേണ്ടത്. ഈ കാട് വെട്ടിത്തെളിപ്പിക്കണം. അതിനെന്താണ് വഴി? അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണം. ഈ കാട്ടിനകത്ത് അയാൾക്ക് പ്രശ്നമില്ല. അയാൾ കെട്ടിയടക്കേണ്ടതായിരിക്കും. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതാവും. അത് എന്തെങ്കിലും ചെയ്തു തരിക. ഞാനായിട്ട് അയാളോടൊന്നും പറയാൻ പോകില്ല. നമ്മളെ കഴിഞ്ഞ മാസം 30-നാണ് കുളത്തൂപ്പുഴ ടൗണിന് സമീപം റോഡിൽ വെച്ച് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ മരിച്ചയാളുടെ വീട് സന്ദർശിക്കുകയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെയും ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം തുടരുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് നാട്ടുകാരുടെ പരാതി. വീടുകൾക്ക് സമീപത്തേക്ക് വരെ കാട്ടുപോത്തുകൾ എത്തുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അതേസമയം ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിനായി ഫെൻസിംഗ് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തുകളെ RRT സംഘത്തിൻ്റെ സഹായത്തോടെ ഉൾക്കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെയും കാട്ടുപോത്ത് ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്കായി സാക്ഷി TV ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.